വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ലതികയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ പീരയാണ്. ഇത് ഞങ്ങളുടെ കായംകുളത്തുകാരുടെ സ്പെഷ്യലാണ് കേട്ടോ. അതിനുവേണ്ടി എന്തൊക്കെ എടുക്കണം നമുക്ക് നോക്കാം. ഞാനൊരു 10 ചെറിയ അയിലയാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ, 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഉലുവപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. അത് പോരായിരിക്കും, പിന്നീട് ഇടാം. കൂടാതെ വേണ്ട ഇത്രയും ഇഞ്ചി, 4 പച്ചമുളക്. ഈ പച്ചമുളകിന് കുറച്ച് എരി കൂടുതലുള്ളത്, അതുകൊണ്ട് 2 എണ്ണം, അല്ലാത്തതും ഈ സൈസ് 2 എണ്ണം. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി, 10 എണ്ണത്തോളം ഉണ്ട്. കുറച്ച് കറിവേപ്പില. ഇത്രയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഒത്തിരി അരയരുത്, ഒന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് ചട്ടി ചൂടായിരിക്കുമോ ചട്ടി, അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം ആദ്യം, ഇല്ലെങ്കിൽ ഇത് അടിക്കൊന്നും പിടിക്കാതിരിക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് ഈ അരപ്പൊന്നിടാം. ചൂടായ ചട്ടിയായിരുന്നു. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടിരിക്കുക. അതിലേക്ക് ഒരു ചെറിയ മാങ്ങ, ഒത്തിരി കുറേ ഏറെയൊന്നുമില്ല, ഭയങ്കര പുളിയായിരിക്കും, നല്ല പുളിയുള്ള മാങ്ങ, ഒരു ചെറിയ മാങ്ങ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പുളിക്കനുസരിച്ച് നിങ്ങൾ എടുക്കണം. ആ ഗ്രൈൻഡർ കഴുകി കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ചു. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കറിവേപ്പില എല്ലാം ഇതിൽ അരച്ച് ചേർത്തേക്കുന്നുണ്ട്, നല്ല ടേസ്റ്റാണ് കറി. ഇനി നമുക്ക് ഈ മീൻ ഇതിലേക്കിടാം. ഇത് 10 ചെറിയ അയിലയാണ്. ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുക, ചെറിയ ചെറിയ പീസസായിട്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. എന്നാലേ എല്ലായിടവും ഇതിൻ്റെ ഉപ്പും എരിയും എല്ലാം പിടിക്കും. മാങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുടംപുളി ഇട്ടും ഉണ്ടാക്കാം കേട്ടോ. മാങ്ങ നിർബന്ധമൊന്നുമില്ല. എനിക്ക് മാങ്ങ കിട്ടി, എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നതാണ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ, അതുകൊണ്ട് ഞാൻ ഇട്ടതേ ഉള്ളൂ. അല്ലെങ്കിൽ കുടംപുളി ഇടുകയുള്ളൂ. ഒരുപാട് ഏറെ വെള്ളമൊന്നും വെക്കരുത്. കാരണം മാങ്ങ ഇട്ടേക്കുന്നതുകൊണ്ട് ഈ മാങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം വരും. ഒരല്പം വെള്ളം കൂടെ ഇത്രയും മതി. ഫ്ലെയിം ഓണാക്കി നമുക്ക് അടച്ച് വയ്ക്കാം. വേകട്ടെ. ഒരു 7 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അത് വെന്തിരിക്കും. നമുക്ക് നോക്കാം. ഇതൊന്ന് തുറന്ന് നോക്കട്ടെ. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞു. കുറച്ചുകൂടെ ഇനി ഒരു 5 മിനിറ്റും കൂടെ വേണം, എന്നാലേ അത് നല്ലോണം
ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഉപ്പൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം, എന്നിട്ട് കുറവുണ്ടെങ്കിൽ, കാരണം ഞാൻ 1/2 ടീസ്പൂണ് ഉപ്പേ ഇട്ടിട്ടുള്ളൂ. ഉപ്പ് ഇച്ചിരി കുറവാണ്, അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ വീണ്ടും ഇടുക. ഒന്ന് ചുറ്റി വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കും. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. എല്ലാം റെഡിയായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഞാൻ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പെല്ലാം കറക്റ്റാണ്, പുളിയെല്ലാം കറക്റ്റാണ്. എൻ്റെ ഉപ്പ് ഒരു ടീസ്പൂൺ മതിയായിരുന്നു എനിക്ക്. നിങ്ങളുടെ ഉപ്പിനനുസരിച്ച് നിങ്ങൾ ഇടണം. ആ മാങ്ങയും മുളകും ഒക്കെ എനിക്ക് കൊണ്ടു തന്നത് നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, ഷിബിലി. താങ്ക് യു ഷിബിലി. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലതിക അനിരുദ്ധൻ എന്ന് പറഞ്ഞ പേജ് ഫോളോ ചെയ്യണേ. പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലതിക അനിരുദ്ധൻ എന്ന് പറയുന്ന പേജും ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക് യു.